ഹായ് ഓൾ, വെൽക്കം ടു ക്ലൗഡ്സ് ഓഫ് ജോയ്. ഇന്നത്തെ എൻ്റെ വീഡിയോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. കാറ്റഗറി നമ്പർ വന്നിട്ട് 576/2024 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് January 29, 2025. സ്കെയിൽ ഓഫ് പേ 39,300 മുതൽ 83,000 വരെയാണ് വരുന്നത്. വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഏജ് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഡിഗ്രിയാണ്. എക്സാം 2 ഘട്ടമായിട്ടാണ്, പ്രിലിമിനറി അതുപോലെ തന്നെ മെയിൻസ്. പ്രിലിമിനറി കഴിഞ്ഞതിന് ശേഷം മെയിൻസ് എന്ന് പറയുന്ന 2 പേപ്പറാണ്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, അതിൻ്റെ മാർക്ക് 20 മാർക്കാണ് വരുന്നത്. പ്രിലിമിനറിയുടെ സിലബസ് ഡിഗ്രിയുടെ കോമൺ പ്രിലിംസിൻ്റെ സിലബസ് തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് January 29. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കാം. പേപ്പർ 1ഉം പേപ്പർ 2ൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കേരള PSCയുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പേപ്പർ 1ൻ്റെ സിലബസ് നോക്കാം. പേപ്പർ 1ൻ്റെ സിലബസ് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഡിഗ്രി പ്രിലിമിനറി സിലബസിൽ തന്നെ കുറേ കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സും ടോപ്പിക്സും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി പ്രിലിമിനറിക്ക് പഠിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് തന്നെ പേപ്പർ 1 ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പിന്നെ ആർട്സ്, സ്പോർട്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസിൽ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേപ്പർ 1ൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നമുക്കിനി പേപ്പർ 2ൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നോക്കാം. പേപ്പർ 2ൻ്റെ സിലബസിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് 10 മാർക്കാണ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 10 മാർക്ക്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ 12 മാർക്ക്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്. അടുത്തത് കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റ്, കേരളാസ് എക്കണോമി 15 മാർക്ക്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് 15 മാർക്ക്. പിന്നെ അടുത്തത് എൻവയൺമെൻറ്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതിൽ മൊഡ്യൂൾ 7 10 മാർക്ക്, മൊഡ്യൂൾ 8 10 മാർക്ക്. പിന്നെ മൊഡ്യൂൾ 9 ഇ ഗവേണൻസ് 10 മാർക്ക്. ഇത്രയുമാണ് പേപ്പർ 2ൻ്റെ സിലബസ് വരുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റും PSC പുറത്തു വിട്ടിട്ടുണ്ട്. പ്രിലിമിനറി എക്സാം മെയ്യിലും ജൂലൈക്കും ഇടയ്ക്കായിട്ടായിരിക്കും വരുന്നത്. 4 സ്റ്റേജായിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു ചിന്ത എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ സിലബസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ടെൻഷനായി തുടങ്ങിയിട്ടുണ്ടാവും. കാരണം വലിയൊരു സിലബസാണ്. ഇതെന്നെക്കൊണ്ട് പറ്റുമോ, ഞാൻ പഠിച്ച ഇതൊക്കെ കിട്ടുമോ എന്നൊക്കെ ആ ഒരു നെഗറ്റീവ് ചിന്തയൊക്കെ എല്ലാവരും മാറ്റി വെക്കണം. കാരണം ഇതെനിക്ക് പുതിയതാണെങ്കിൽ മറ്റുള്ളവർക്കും എല്ലാം ഇത് പുതിയ കാര്യങ്ങളാണെന്നുള്ളൊരു ചിന്ത വേണം നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.